ഹായ് ഫ്രണ്ട്സ്, ബുധനാഴ്ച ഞങ്ങളുടെ പ്ലാനിംഗ് എന്ന് വെച്ചാൽ പഞ്ചാബിലെ പ്രസിദ്ധമായ ഗോൾഡൻ ടെമ്പിൾ കാണണമെന്നായിരുന്നു. അവിടെ എത്തുന്നതിന് ഒരു 100 മീറ്റർ മുന്നേ ഒരു ബോർഡ് കണ്ടു, ജാലിയൻ വാലാബാഗ്. ഞാൻ ചോദിച്ചു, ഇതെന്തോ ജാലിയൻ വാലാബാഗോ? അന്നേരം എനിക്ക് പഞ്ചാബിലാണ് നടന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ ഇതെവിടാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഇതാണ് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു ആകാംക്ഷ, ഒന്ന് കയറിയിട്ട് പോയാൽ എന്താ എന്ന്. ഇതുവരെ വന്നതല്ലേ, നമുക്കൊന്ന് കയറിയിട്ട് പോയാൽ എന്താ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ നിർത്തി നമുക്ക് അവിടെ നിന്ന് കയറിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ഒരു ചെറിയ വാതിലിലൂടെയാണ് നമ്മളതിനകത്തോട്ട് കയറി ഓരോ ഗ്യാലറിയിലും കണ്ടുപോവുകയാണ്. വീരഭദ്രം അടഞ്ഞ ആളുകളാണ് ഈ ഫോട്ടോയിലെല്ലാം കാണുന്നത്. വീരഭദ്രം അടഞ്ഞ ആളുകളെയാണ് ഈ ഫോട്ടോയിലെല്ലാം കാണിച്ചിരിക്കുന്നത്. ജാലിയൻ വാലാബാഗ് നടന്ന സംഭവിച്ച കിണറിൻ്റെ അടുത്തുകൂടിയും നമ്മൾ ഇതിനകത്ത് പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മളത് പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഉത്സാഹത്തോടെ കാണാൻ പോയതാണെങ്കിലും എൻ്റെ അതിനെപ്പറ്റി പറഞ്ഞു തന്നപ്പോൾ നമുക്ക് അതിയായ വിഷമമുണ്ടായി. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇത് ഞാൻ ചുരുക്കിയാണ് പറയുന്നത്. കൂടുതലായിട്ട് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ലോങ് ആയിട്ടുള്ള വീഡിയോ ആയി പോവും, നിങ്ങൾക്കത് ഒരു ബോറിങ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു. 1919 ഏപ്രിൽ 13 ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പഞ്ചാബിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒരു മീറ്റിംഗ് കൂടി. ഇതറിഞ്ഞ ബ്രിട്ടീഷ് ജനറൽ ഡയർ ആദ്യം എതിർക്കാതിരുന്നെങ്കിലും ജനങ്ങൾ ഒത്തുകൂടുന്നത് വരെ ഒരു പ്രതിപ്രവർത്തനവും അദ്ദേഹം കാണിച്ചില്ല. ജനങ്ങൾ കൂടിയതിനു ശേഷം ഡയർ തൻ്റെ പട്ടാളക്കാരുമായി സാധാരണ ജനങ്ങൾ അറിയാതെ തന്നെ ജാലിയൻ വാലാബാഗിൽ പ്രവേശിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ ഒരു വഴിയെ നമുക്ക് ഇതിനകത്തുനിന്ന് തിരിച്ചു പോകാൻ ഉള്ളൂ. ആ വഴി അവർ താഴിട്ട് പൂട്ടി. ഈ ഡയറിൻ്റെ പട്ടാളക്കാർ താഴിട്ട് പൂട്ടി. ഒരു പ്രകോപനവും കൂടാതെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് നേരെ ഡയർ തൻ്റെ പട്ടാളക്കാരോട് നിറയൊഴിക്കാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി കേട്ടോ. നിരായുധരായി നിന്ന ജനങ്ങൾക്ക് നേരെ 10 മിനിറ്റോളം അവർ 1650 വെടിയുണ്ടകൾ പട്ടാളക്കാർ ഉതിർത്തുവിട്ടു. 3000 ജനങ്ങൾ മരണരക്ഷാർത്ഥം ഓടുകയും ആ കിണറ്റിലേക്കാണ് എടുത്തു ചാടിയത്. ഞാൻ ഒരു കിണർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ കിണർ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി, കാണാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം ആ കിണറിലോട്ട് എന്ത് ചെയ്ത് ഈ ജനങ്ങൾ ചാടുകയും മരണരക്ഷാർത്ഥം ആ കിണറിലോട്ട് ചാടുകയും ചെയ്തു. പിന്നീട് നേരം പുറന്നപ്പോൾ അനേകം മൃതശരീരങ്ങൾ അവിടെ കാണുകയുണ്ടായി. ആ മാർക്ക് ചെയ്ത ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് കുറേ മാർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ട്. ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത സ്ഥലങ്ങളെല്ലാം നമ്മുടെ ഈ പട്ടാളക്കാർ വെടിവെച്ച വെടിയുണ്ടകൾ വന്ന പാടുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അവിടെ കാണുകയുണ്ടായി. മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം മുഴുവൻ വെടിയുണ്ടകൾ കൊണ്ട പാടുകളാണ് കാണുന്നത്. വാതിൽ പൂട്ടിയത് കാരണം ഈ ജനങ്ങൾക്ക് രക്ഷപ്പെട്ട് ഓടാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് മതിലുകൾ ചാടിക്കിടക്കാൻ ശ്രമിച്ചപ്പോൾ പട്ടാളക്കാർ അവർക്ക് നേരെയും വെടിവെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ എന്തോ ചെയ്ത് പട്ടാളത്തിൻ്റെ കനത്ത പ്രകാശം 360 പേർ മരിച്ചെന്നാണ് പട്ടാളക്കാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ജാലിയൻ വാലാബാഗ് കണക്ക് പ്രകാരം 1000 ജനങ്ങൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളം കേസ് നടത്തുകയും ഡയറിനെ ഈ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ കാലുകുത്താനുള്ള ഒരു അനുവാദം പട്ടാളം കൊടുക്കാൻ അനുവദിച്ചില്ല. അതായിരുന്നു അദ്ദേഹത്തിനെതിരെ പട്ടാളം തീരുമാനിച്ചത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന് വലിയ പഠിത്തമൊക്കെ പഠിച്ചതിന് ശേഷം ബ്രിട്ടനിൽ പോയി അയാൾ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊല്ലുമ്പോഴാണ് ഈ ജാലിയൻ വാലാബാഗ് പൂർത്തിയാകുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇത് ഇത്രയും തീരാത്തത് കൊണ്ട് ഞാൻ ചെറിയ രീതിയിലാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇത്രയൊക്കെ എനിക്ക് അറിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെയൊക്കെയായിരുന്നു നടന്ന സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ പക്ഷെ സത്യത്തിൽ കേട്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുന്ന ഒരു പാവം അന്നത്തെ ആ ജനങ്ങളോട് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ വാങ്ങിച്ച് തരുമ്പോഴൊക്കെയുള്ള കാര്യങ്ങളല്ലേ, അന്നേരം നമുക്കൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാതെ പോയാൽ ഏറ്റവും വലിയൊരു
വലിയൊരു നഷ്ടബോധം ആയേനെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളതെല്ലാം മൊത്തം കയറി കണ്ട് ഓരോന്നും കണ്ട് അതിൻ്റേതായ രീതിയിൽ എല്ലാം പറഞ്ഞു തന്ന് എന്നെയും മോനെയും മനസ്സിലാക്കി തരികയും ഓരോ കാര്യങ്ങളും കഥകളും എല്ലാം പണ്ട് നടന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരികയും നമുക്ക് ചെയ്തു. അങ്ങനെ ജാലിയൻ വാലാബാഗ് നടന്ന സ്ഥലം കാണാൻ പറ്റി, അവിടെ കയറാൻ പറ്റി, അവിടുത്തെ ആ മരിച്ചുപോയ ആളുകളുടെ പ്രതിമകളും ഒക്കെ കാണാൻ പറ്റി. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ ഒരു കാര്യം നടന്നതിൽ. അതുകൊണ്ട് നിങ്ങളും ആരെങ്കിലും നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാലിയൻ വാലാബാഗ് കയറി കാണണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റും. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്ത് കാണിക്കണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഞാൻ ഇവിടെ വന്നതുകൊണ്ടാണല്ലോ എനിക്കിതൊക്കെ കാണാൻ പറ്റുകയും ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുകയും ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. കാണാതെ പോയാൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമായിട്ടും തന്നെ പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഇടണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയണം. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങാൻ പോകുമ്പോൾ നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അന്നേരം അവർ ഒരു തൊപ്പിയല്ല, ഒരു സ്കാർഫ് തരും നമുക്ക് തലയിൽ കെട്ടാൻ വേണ്ടതാണ്. മോൻ്റെയും വാപ്പയുടെയും തലയിൽ കെട്ടിയേക്കുന്നത്. എനിക്ക് പിന്നെ തലയിൽ ഷോൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നില്ല. അതുകൊണ്ട് നിങ്ങളും ഇതൊക്കെ എടുക്കുകയൊക്കെ ചെയ്യണം. എല്ലാത്തിൻ്റെയും ഫോട്ടോസും വീഡിയോസും ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും പിന്നെ അന്ന് നടന്ന സംഭവങ്ങളുടെ അതൊക്കെ കാണാമെന്ന് പറയുന്ന ഒരു ത്രില്ലല്ലേ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളും വന്ന് കാണണം. ഇതെല്ലാം അതിനകത്തുള്ളതാണ്. പിന്നെ നിങ്ങളെല്ലാവരും വരണമെന്നല്ല, ഞാൻ വരാൻ പറ്റുന്ന ആളുകളൊക്കെ വന്ന് എടുക്കുകയൊക്കെ ചെയ്യണം. എനിക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് വരാൻ പറ്റി. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം എല്ലാവരും പുറത്തൊക്കെ അല്ലേ എടുക്കുകയൊക്കെ ചെയ്യുന്ന. അന്നേരം പഞ്ചാബ് വരുന്നവർ തീർച്ചയായിട്ടും ജാലിയൻ വാലാബാഗ് പോയി കാണണം. കണ്ടിട്ട് നിങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് കണ്ടുപോവുകയാണ്. ഇനി പ്രത്യേകം സെക്യൂരിറ്റിയും നമ്മളെ പരിശോധിച്ചിട്ടൊക്കെ അകത്തോട്ടൊക്കെ കയറ്റത്തുള്ളൂ. നമുക്ക് വീഡിയോയും ഫോട്ടോസും എടുക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ഉണ്ട് കാണാൻ. നമ്മൾ നടന്ന് കുഴയും. എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞാണ് വരുന്നത്. പിന്നെ കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ലിൽ അങ്ങ് നടക്കുകയാണ്. ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. ഇത് കാണാൻ ഒരുപാട് ആളുകൾ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇത് എടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളും കണ്ടിട്ടിറങ്ങി. ടാറ്റ, ഓക്കെ, ബൈ, സി യു.